എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിനയ, പ്രൈമറി സെക്ഷൻ ഇക്കോ ക്ലബ് മെമ്പർ. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ചൊവ്വാഴ്ച 10 മണിക്ക് ഞങ്ങൾ 26 പേർ ശ്രീനിവാസപുരത്തെ നാരായണ ഗുരുകുലം സന്ദർശിച്ചു. ഞങ്ങൾ പലരും ആദ്യമായിട്ടാണ് ഗുരുകുലം കാണുന്നത്. തികഞ്ഞ ശാന്തതയും പച്ചപ്പും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു അവിടം. ഓരോ വൃക്ഷത്തിലും ഓരോ ചോദ്യങ്ങളുടെ ഉത്തരവും അടുത്ത ചോദ്യവും അടുത്ത വൃക്ഷത്തിൽ. അങ്ങനെ ഓരോ വൃക്ഷ ചുവട്ടിലും എത്തി കൗതുകത്തോടെ ഞങ്ങൾ നാരായണ ഗുരുകുലം എന്തിനാണെന്നും എന്താണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി. തുടർന്ന് മുനി മന്ത്ര ചൈതന്യവുമായി സംവദിക്കുവാനുള്ള അവസരം ലഭിച്ചു. ലളിതമായ ഭാഷയിൽ വളരെ പതുക്കെ അദ്ദേഹം ഒരുപാട് വലിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് പകർന്നു നൽകി. അനുഭവമാകുന്നതെന്തും അറിവാകുമെന്നും അറിവുണ്ടാകുമ്പോൾ ആനന്ദമുണ്ടാകുമെന്നും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. കൂടാതെ ജാഗ്രം, സ്വപ്നം, ഉറക്കം എന്നിങ്ങനെ അറിവിന്റെ 3 അവസ്ഥയും അത് എങ്ങനെയാണെന്നും ഞങ്ങൾക്ക് വിശദീകരിച്ചു നൽകി. എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന അറിവാണ് സത്യമെന്നും ഞങ്ങൾ അവിടെ നിന്നും മനസ്സിലാക്കി. ജാതിമത ഭേദമന്യേ ഏവർക്കും ഗുരുകുലത്തിലെത്തി ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയും അദ്ദേഹം ലോകത്തോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. പരമമായ സത്യം ബ്രഹ്മമാണെന്നും ബ്രഹ്മവിദ്യയും ആത്മവിദ്യയും ഒന്നാണെന്നും ബ്രഹ്മത്തെ അറിയുന്നത് സ്വയം തിരിച്ചറിയുകയാണെന്നുമുള്ളതാണ് പരമമായ സത്യം. പ്രകൃതിയെ സംരക്ഷിക്കുക വഴി നമ്മൾ നമ്മളെ തന്നെയാണ് സംരക്ഷിക്കുന്നതെന്നും മുനി ഞങ്ങളോട് പറഞ്ഞു. 1923 ശ്രീനാരായണ ഗുരുവിന്റെ പ്രഥമ ശിഷ്യരിൽ ഒരാളായ നടരാജ ഗുരുവാണ് നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു പുതിയ അനുഭവമായിരുന്നു ഗുരുകുല യാത്ര. നന്ദി.